സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾക്ക് ഏവർക്കും സുപരിതയായ മലയാളത്തിലും തമിഴിലും വിവിധ റോളുകൾ കാഴ്ചവെച്ച് പ്രമുഖ താരങ്ങളുടെ ശബ്ദ സാന്നിധ്യമായ ഒപ്പം ഇപ്പം അഭിനേത്രിയായി തിളങ്ങി നിൽക്കുന്ന രവീണ രവി. വളരെ പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കിയത് രവീണയാണ്. എല്ലാവർക്കും നമസ്കാരം. തിയേറ്റേഴ്സിൽ ഇപ്പം നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇത് കുറച്ചും കൂടി വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യണം. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളരെ ശാന്തമായി സംസാരിച്ചിട്ട് പോയി. കാരണം ഇത്രയും ഇതിനകത്ത് സിനിമ കാണുമ്പോൾ അറിയാം രവീണ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മള് കഥാപാത്രത്തിനെ കുറിച്ചൊന്നും അല്ല, പ്രത്യേകിച്ച് പേരിനെ പറ്റി പറയാം. ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ച് പറയൂ. ധ്യാൻ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹീസ് എ ബ്രില്യന്റ് ആക്ടർ. പക്ഷെ ഭയങ്കര ലേസിയാണ്. ചെറിയ രീതിയിലൊക്കെയുള്ള ഭയങ്കര നാച്ചുറൽ ആക്ടർ. എനിക്കത് ഭയങ്കര ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. പക്ഷെ വളരെ ലേസി. അടുത്ത എന്താ സീൻ എടുക്കാൻ പോകുന്ന പോലെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഫണ്ണായിരുന്നു. ശരി, ഷീലിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു. തന്റെ പിറന്നാൾ ദിനത്തിലാണ് തന്റെ ചിത്രവും റിലീസായത്. വളയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച്? ഹായ്, എൻ്റെ പേര് ശീതൽ. ഗോളമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം. അത് ഞാൻ തെക്ക് വടക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഒരു ഫുൾ ലീഡായിട്ട് വരുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് വള ഈസ് ഓൾവേസ് സ്പെഷ്യൽ. നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഈ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്ക് ഒരു നല്ല റിലീസ് കിട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. പിന്നെ താങ്ക്സ് ടു മ്യൂസിക്ക എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ ഞാൻ കയറുന്നത്. 3 പാട്ട്, ഗോളായിക്കോട്ടെ, തെക്കുവടക്കായിട്ട്, വള ആയിക്കോട്ടെ, എനിക്ക് ഓഡിഷൻ വഴിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഈ ഒരു മൂവി ഇനി ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു പടമായിരിക്കും ഡെഫിനറ്റ്ലി. ഇതിൽ ക്യാരക്ടറിൻ്റെ പേര് വിശാലാക്ഷി എന്നാണ്. ഒരു പാവമായ ഭാര്യയാണ് ഞാൻ. വലിയ അലമ്പൊന്നുമില്ലാത്ത ഒരു പാവം കുട്ടി, ദേവിനെ പോലെ ഇല്ലാത്ത. എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പടം പിന്നെയും ഓടും. സോ ദാറ്റ്സ് ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ട സൗമ്യമായ ഒരു കഥാപാത്രമാണ് ശ്രീതൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അല്ല, നേരത്തെ ധ്യാനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ പേരായിട്ടുള്ള ലുക്മാനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ ചോദിച്ചില്ല എന്നുള്ളൊരു പരാതി കണ്ട. ലുക്മാനെ കുറിച്ച് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു അഭിനയം? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞ മതി ലീഡാകുമ്പോൾ സ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് ഹീറോ ആണ് ലുക്മാൻ. സോ ഫോർ മീ ദാറ്റ്സ് റിയലി സ്പെഷ്യൽ. ആൻഡ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പം ഈവൻ ദോ സ്ക്രീനിൽ ഇല്ലെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചില സീനിൽ ഞാൻ കുറേ ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ സീനല്ല, ഒരു സീനിൽ. അപ്പം ക്ഷമയോട് കൂടി എന്നെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു ആക്ടറാണ്. സോ ദാറ്റ് എനിക്ക് ഐ ആം ഓൾവേസ് താങ്ക്ഫുൾ. താങ്ക് യു. നമ്മള് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം. ഇന്ത്യയില് മലയാളി എന്നുള്ള പേരിൽ, സംഗീതത്തിന് എന്നുള്ള പേരിൽ എവിടെ ചെന്നാലും നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കേട്ട് സന്തോഷിക്കാറുണ്ട്. ഗോവിന്ദ് വസന്ത ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഗോവിന്ദ് വസന്ത. അല്ല, എല്ലാവരും ഞെട്ടിയിരിക്കുന്ന സംഭവം വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോണ്ടാക്ട് ഉണ്ടായിരുന്നിട്ട് ഗോവിന്ദ് സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അത് പ്രേക്ഷകർ കാണട്ടെ എന്താണ് ചെയ്തിരിക്കുന്നത്. അതും വളരെ നീറ്റ് പെർഫോമൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിനയിക്കണം? ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കോണ്ടാക്ടിന്റെ ഹലോ വയർലെസ് കട്ടാന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കോണ്ടാക്ട് ബേസിൽ അഭിനയിച്ചതല്ല. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ്. മുഹാശന് വളരെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ. അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത് ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ പരിപാടിയാണ്. പിന്നെ പടത്തിന്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിന്റെ ട്രീറ്റ്മെന്റ് പരിപാടികളൊക്കെ അറിയാമായിരുന്നു. ഞാനും മോശം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിത് തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടങ്ങുമ്പോൾ അതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഠിനത്തിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ
കഠിനത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ്. പുതിയ പരിപാടികൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സബ്ജക്റ്റാണ്, പക്ഷെ അതിനെ മ്യൂസിക്കലിയും അതിന്റെ ഉള്ളിലുള്ള ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ ഓവർ ദ ടോപ്പ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. തിയേറ്ററിൽ കണ്ടുകൊണ്ടാണ് കുറെ കൂടി എഫക്റ്റീവ് ആവുക. പിന്നെ വേറെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സ് ഒരു സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്താണ്. ഇതിനകത്ത് 10ഓളം പാട്ടുകളുണ്ട്. ശങ്കർ മാധവൻ, ചിത്ര ചേച്ചി, അങ്ങനെ ജാസി ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് ആൽബം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഈ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ആയാലും മ്യൂസിക് ആയാലും ഒരുപാട് സിനിമ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് ഈ പടം വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് എന്ന് വെച്ചാൽ അവർ ഒരുപാട് പേരെ കുറേ സീനുകൾ കട്ടായി പോയിട്ടുണ്ട്. ഒരുപാട് പേര് എഴുതിയ ലിറിക്സ് കട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വേണ്ടെന്നൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ അതൊക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ളതുകൊണ്ട് നടന്നൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാ നല്ല സിനിമകൾക്കും ഒരു ചാൻസ് കൊടുക്കണം. താങ്ക് യു. അപ്പോൾ ഒരു സംഗീത മേഖലയിൽ ഇത്രയും പ്രഗത്ഭനായി നിന്ന് ഇന്ത്യ തന്നെ അറിയപ്പെടുന്നു, ലോകം തന്നെ അറിയപ്പെടുന്നു. പക്ഷെ ഇതിനകത്ത് അഭിനയത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ചെറിയൊരു പാളിച്ച വന്നാൽ പലയിടത്തു നിന്ന് വരും. അപ്പം ഈ ഒരു അഭിനയ മേഖലയിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു പ്രചോദനം? തോമസ് ഷെൽബി, ഞാൻ ഒരു ബിഗ് ഫാൻ ഓഫ് തോമസ് ഷെൽബി. അതായത് നമുക്ക് ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു ഡയറക്ഷൻ അതുപോലെ ഒന്നതാണ്. പക്ഷെ എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇത് എന്റെ ജോലിയല്ല, എന്റെ ജോലിയെ ബാധിക്കാനേ പോകുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. വേറെ പിന്നെ ധ്യാൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ചിരിക്കാതിരിക്കാൻ മാത്രമായിരുന്നു ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടി. അത് ഞാൻ ചെയ്തു.